APJ അബ്ദുൽ കലാം സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് സിത്തോനെയും അമലിനെയും കണ്ടത്. ഇന്നത്തെ ഈ ഒരു സൗഹൃദ സംഘത്തില് ഞങ്ങൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ട്രെയിന് 7:30-ക്കാണ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എന്നെ ഈ ചേട്ടൻ എന്നോട് പറയുന്നത്, ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ജീവകാരുണ്യ പ്രവർത്തകരെ ഒരു സംഘമാണ്, അതിൽ വരുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ, ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാം മാറ്റി വെച്ച് ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വരാൻ വേറെ കാരണങ്ങളുണ്ട്. ഞങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന 2 കപ്പിൾസാണ് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ 100K ഫോളോവേഴ്സ് ആയപ്പോൾ ഞങ്ങളോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ 100K ആഘോഷവും കാര്യങ്ങളും നടത്താത്തതെന്ന്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ആഘോഷം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഇതുണ്ട്, നമ്മുടെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഒരിതുണ്ട്, അവർക്ക് വേണ്ടി ഒരു ദിവസം അവരുടെ കൂടെ ചിലവഴിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ അവിടെയുള്ള ടീച്ചറായിട്ട് സംസാരിച്ചു. അപ്പോൾ അവിടെ ഒരു 400ഓളം കുട്ടികളുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഒരിതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, തിരക്കായതുകൊണ്ടാണ് ഈ വരുന്ന ഒരു 25-നുള്ളിൽ അവരായിട്ട് ഞങ്ങൾ ഒത്തുചേരുന്നതാണ്. പിന്നെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞങ്ങൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, മകൾക്ക് സുഖമില്ല, അമ്മയ്ക്ക് വയ്യ, അച്ഛന് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളും ഞങ്ങളെ പരിപാടിയിൽ കിട്ടുന്ന പൈസ ഒരു പകുതി എമൗണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഒരുപാട് സന്തോഷം ഇവിടെ എല്ലാവരെയും കണ്ടതിൽ. പിന്നെ ആസിമിനെ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് കേരള സ്റ്റേറ്റ് പാരാ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്നവർ ഞങ്ങളാണ്. ആസിമിന് ഒരുപാട് പരിചയമുണ്ട്. ആസിമും പോരാടുകയാണ്, അവനൊരുപാട് എന്താ പറയുക ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അവൻ നേരത്തെയാണ്. ഈ പ്രാവശ്യം എത്ര മെഡലുകൾ അടിച്ചത്? സ്വിമ്മിങ്ങിന് ഗോൾഡ് മെഡലൊക്കെ അടിച്ച്, സ്റ്റേറ്റിൽ നിന്ന് അടിച്ച്, ഇന്റർനാഷണൽ അടിച്ചില്ല, ഇന്റർനാഷണൽ വരെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം എല്ലാവരും കണ്ടതിലും. വേദിയിലിരിക്കുന്ന എല്ലാവരും ഒരുപാട് നന്ദി. എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും കണ്ട സന്തോഷമുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ പരിപാടിക്കൊക്കെ ഞാൻ വരുന്നത്. എപ്പോഴും എൻ്റെ ഹസ്ബൻഡാണ് എല്ലാത്തിനും പോകാറുള്ളത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് ഇപ്പം ആദ്യമായിട്ട് എല്ലാ പരിപാടിക്കും പോകാറുള്ളത്. പിന്നെന്താ, അല്ല ഞാൻ പത്തനംതിട്ടയാ. ആള് പത്തനംതിട്ടയാണ്. എൻ്റെ വീട് പയ്യോളി പുറക്കാട്. പ്രേമിച്ച കല്യാണം കഴിച്ചു. എന്താ പറയാ, അവളെ വീട്ടില് ആളെ വീട് എന്ന് പറയുന്നത് ഒരു 21 വർഷത്തോളം ആള് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ ആളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നോട് ഓപ്പണായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യം, എന്താ പറയാ, സ്വത്തും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരാൾ ഇവിടുന്ന് മരിക്കുമ്പോ 4 അടി മണ്ണേ ഉണ്ടാവും, അല്ലെ ഒരു ചെറിയൊരു അവര് ശവടക്കുന്ന ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ, തോളോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടനോട് എന്നോടും പറഞ്ഞതാണ്, നല്ല കുട്ടി, ഞാൻ നമ്മളെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല, സ്നേഹിച്ചു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ കല്യാണം വരെ ഉറപ്പിച്ചാണ്. കല്യാണത്തിന് അവർക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള സമയത്ത് ഞങ്ങളെ വീട്ടിൽ പോയി അടിച്ചു മാറ്റിക്കൊണ്ടു. മിടുക്കനാണ് കേട്ടോ. സന്തോഷം, വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് യാസീൻ ഒച്ചിറ മാസ്റ്റർ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇന്ന് APJ അബ്ദുൽ കലാം സെന്ററിന്റെ വലിയ രീതി സാമൂഹ്യ പരിവർത്തനം
ആളുകളിൽ കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട CEO ഏറെ ബഹുമാനായ മിഥുൻ ഡാനിയൽ അവരുടെ ഒന്ന് കൈയ്യടി. സൗണ്ട് വരുന്നുണ്ട് ഇവിടെ എങ്ങനെ വന്നു ഇങ്ങോട്ടൊരു ഹാങ്ങിയാണ് വല്ലാത്തൊരവസ്ഥ അല്ലേ? പക്ഷേ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം ഡോക്ടർ APJ കേരളത്തിലെ 14 ജില്ലകളിലെ പ്രവർത്തകരോട് നമ്മൾ ഒരിക്കലും ആലങ്കാരികമായിട്ട് എല്ലാ വീഡിയോസും കാണാനിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ സൂപ്പറാണ്. എന്താ ചിത്ത ഇങ്ങോട്ടോ നോക്ക്. എപ്പോഴാ പോകുന്നത്? അപ്പം നാട്ടിൽ തന്നെ നമുക്കൊക്കെ സുഖല്ലേ? ഓ സുഖമായിട്ട് പോകും.